ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഭിന്നതയുടെ ഒരു മൂലകാരണമാണ് ബുദ്ധമത വിശ്വാസികളുടെ ആത്മീയ നേതാവായ ദലൈലാമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇപ്പോൾ വരുന്ന വാർത്തകളനുസരിച്ച് ദലൈലാമക്ക് ഒരു പുതിയ പിൻഗാമി വരുന്നു എന്നുള്ളതാണ്. 1935 വടക്ക് കിഴക്കൻ ടിബറ്റിൽ ജനിച്ച അദ്ദേഹം 2ാം വയസ്സിലാണ് 14ാമത് ദലൈലാമയായി തിരിച്ചറിയപ്പെട്ടത്. ടിബറ്റൻ സർക്കാർ അയച്ച ദൂതന്മാർ കാണിച്ചു കൊടുത്ത പരമ്പരാഗത വസ്തുക്കൾ തിരിച്ചറിയുകയും അത് തന്റേതാണെന്ന് പറയുകയും ചെയ്ത ബാലൻ ദലൈലാമയായി സ്ഥിരീകരിക്കപ്പെട്ടു. 1950 മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ സൈന്യം ടിബറ്റ് പിടിച്ചടക്കിയതിനെ തുടർന്ന് 1959 24ാം വയസ്സിൽ ദലൈലാമ 10,000 അനുയായികളോടൊപ്പം കാൽനടയായി ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ അദ്ദേഹം അഭയം പ്രാപിച്ചു. 1989 സമാധാന നോബലും അദ്ദേഹത്തിന് ലഭിച്ചു. നിലവിലെ ദലൈലാമയുടെ മരണശേഷം മാത്രമേ പുതിയ ദലൈലാമയ്ക്കുള്ള അന്വേഷണം തുടങ്ങാവൂ എന്നാണ് കീഴ്വഴക്കം. എന്നാൽ ഈ ഇടവേള ചൈന മുതലെടുക്കുമോ എന്ന് ഭയന്നാണ് ദലൈലാമ ഇപ്പോൾ തന്റെ പിൻഗാമി വരും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്.